ചെറിയ കോലുമുട്ടായിയാണ്, വലിയ കോലുമുട്ടായി വേണമെന്നാണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വലിയ കോലുമുട്ടായി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ നമ്മൾ കോലുമുട്ടായി ഉണ്ടാക്കുന്നത് ഈ കുടത്തിലാണ്. 4 കുടത്തിൽ 4 വ്യത്യസ്തമായ കളറിൽ നമ്മൾ കോലുമുട്ടായി 4 വ്യത്യസ്തമായ കളറിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. വലിയ പൈപ്പ് നമ്മളിതിൻ്റെ കോലായിട്ട് വലിയ 4 പൈപ്പ് കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കുറേശ്ശെ എണ്ണ ഒരു തുണിയിൽ മുക്കിയിട്ട് തുടച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റൗവ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് വെള്ളം. പഞ്ചസാര വെള്ളം കൂടാൻ പാടില്ല, വെള്ളം കൂടിയാൽ പ്രശ്നമാണ്. അപ്പോൾ പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള 3 കളറിലാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ലായനി പരുവായിക്കണ് പഞ്ചസാര. നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ഫുഡ് കളറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പിങ്ക് കളർ ഇട്ടാ, പിങ്ക് എസൻസ്, പിങ്ക് കളർ നല്ല ഫുഡ് എസൻസ് ആണ്. അടിപൊളി ഫുഡ് എസൻസ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓഫാക്കിയിട്ട് നമുക്ക് കുടത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളറ് നമ്മുടെ കുടുക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുടുക്കയിലേക്ക് നമുക്ക് ലോലിപോപ്പിൻ്റെ കോല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചുറ്റോറും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രീൻ കളറാണ് നമ്മൾ അടുത്തതിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ നമ്മുടെ വലിയ ലോലിപോപ്പിന്. വടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലോലിപോപ്പ് കോലുമുട്ടായി, മൂന്നാമത്തെ വലിയ കോലുമുട്ടായിക്കുള്ള കളറ് നമ്മുടെ ലൈന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ലെമൺ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. യെല്ലോ ലെമൺ കളർ ഇട്ടാ പഞ്ചസാര ലായനി സെറ്റ് ആക്കണേ. ആ ലാസ്റ്റ് നമ്മൾ 3 കുടത്തിൽ നമ്മൾ നിറച്ചിട്ടുണ്ട് 3 വ്യത്യസ്തമായ കളറിൽ. അത് ആ കോലുമുട്ടായിയുടെ കോല് വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ട് കയറിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുക. 10-12 മണിക്കൂർ എടുത്തെങ്കിൽ ഇത് സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഏകദേശം വൈകുന്നേരം സമയം 4 മണിയായി. അപ്പോൾ നമുക്ക് നാളെ കാലത്ത് ലോലിപോപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മൾ 10-16 മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ കോലുമുട്ടായി സെറ്റായിട്ടുണ്ട്. അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്തുനിന്ന് ഈ കുടുക്കയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കോലുമുട്ടായി പുറത്തെടുക്കണം. അപ്പോൾ നമ്മുടെ കോലുമുട്ടായി സെറ്റായിട്ടുണ്ട്. 10-16 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് എടുത്തത്. നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. ഉറച്ച് കഴിഞ്ഞേക്ക് നല്ല സെറ്റായിക്ക് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. നല്ല ഉറപ്പുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ റെഡും നമ്മൾ നന്നായി ഉറച്ചേക്കണ്. നല്ല പാറ പോലെ ഉറച്ചേക്കണ്. അകത്ത് സെറ്റായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കണേ. നമ്മുടെ യെല്ലോ കളർ ഒരു 2 ഹോളായി മാറിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ രണ്ടിൽ നിന്ന് 2 ഹോളായിട്ടുണ്ട് യെല്ലോ കളറ് നമ്മുടെ കോലുമുട്ടായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉറച്ചിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 3 കോലുമുട്ടായും പുറത്തെടുക്കണം. നമ്മളൊരു ചുറ്റിക എടുത്തിട്ടുണ്ട് നമ്മൾ കുടത്തിൽ നിന്ന് ഈ കോലുമുട്ടായിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോലുമുട്ടായി റെഡാണ് നമ്മൾ ആദ്യം പൊട്ടിക്കണത്.
എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. 16 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് പൊട്ടിച്ചെടുക്കുന്നത്. അയ്യോ സെറ്റായിട്ടുണ്ട്. അതാ കുറച്ച് ഭാഗം അടന്നു പോയി. അപ്പോൾ നമ്മൾ ചുവപ്പ് കോലുമുട്ടായി നമ്മൾ പൊട്ടിച്ചെടുത്തത് അടിഭാഗം ഇതിൻ്റെ കുടത്തിൻ്റെ ഭാഗത്തുള്ള കുറച്ച് പുറത്തേക്ക് പോയി. എന്നാലും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചുവപ്പ് കോലുമുട്ടായി നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, വലിയ കോലുമുട്ടായി. അപ്പോൾ ഇനി ബാക്കിയുള്ള 2 എണ്ണം നമുക്ക് പൊട്ടിച്ച് നോക്കാം. നമ്മൾ രണ്ടാമത്താണ് പൊട്ടിക്കണത്. നമ്മുടെ പച്ച ഉള്ളിലൊക്കെ സെറ്റായിട്ടുണ്ടാവുന്ന വിചാരിക്കണേ. അയ്യോ മൂന്നെണ്ണം ഉണ്ടാക്കിയതിൽ 2 എണ്ണം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ചെറിയ ഫാൾട്ട് ഇതാ. മൂന്നാമത്തെ ഈ ഭാഗം നമ്മൾ പൊട്ടിക്കുമ്പോൾ പൊട്ടിപ്പോയി. ഇവിടെയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി യെല്ലോ ഗ്രീന് അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കോലുമുട്ടായി. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടാ. എങ്ങനെയുണ്ട് വലിയ കോലുമുട്ടായി? അടിപൊളി, എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ ഏകദേശം 16 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് എടുത്തത്. ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒലിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കോലുമുട്ടായുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു വെറൈറ്റി ഐറ്റംസുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരു ബൈ.